ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന ആക്ടിനകത്തുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടോപ്പിക് മറ്റൊന്നുമല്ല, കപ്പാസിറ്റി ടു ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ് എന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റി ടു ദി കോൺട്രാക്റ്റ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാം. കപ്പാസിറ്റി of the parties means that the contracting parties must be legally competent to contract. Competency to contract implies the legal ability of a person to enter into a valid contract. It refers to the legal capacity of a person to make a contract with other party. നമുക്കറിയാം, കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിംഗ് പാർട്ടിക്ക് ലീഗൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ലീഗൽ എബിലിറ്റി ഉള്ള ആൾക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ലീഗൽ എബിലിറ്റി? കോമ്പിറ്റൻസിയാണ്, അല്ലേ? ആ ഒരു ലീഗൽ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ലീഗൽ എബിലിറ്റി, അതാണ് ഇവിടെ കപ്പാസിറ്റി ടു ദി പാർട്ടീസ് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ദി കോൺട്രാക്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലീഗലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പേഴ്സൺ അയാൾ കോമ്പിറ്റൻ്റ് പേഴ്സണാലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തത്, ഹി ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി. അയാൾ മേജറായിട്ടുള്ള ആളായിരിക്കണം. നമ്മൾ മുൻപ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് വൺ, ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അയാൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ ആരാണ് സൗണ്ട് മൈൻഡ്, ആരെല്ലാമാണ് അൺസൗണ്ട് മൈൻഡ്? അത് നമ്മൾ മുൻപുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് നൽകുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് 3ാമത്തെ വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ്. ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇന്ത്യൻ കോൺട്രാക്റ്റ് അല്ലാത്ത, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അല്ലാത്ത മറ്റേതെങ്കിലും നിയമപ്രകാരം, ലോ പ്രകാരം ഒരു വ്യക്തിയെ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാൻ പാടില്ല എന്ന രീതിയിൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചില വിഭാഗം ആളുകളെ അല്ലെങ്കിൽ പാർട്ടീസിനെ സംബന്ധിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്. ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്. ആരെയാണ് നമ്മൾ ഫോറിൻ സോവറിൻസ് അല്ലെങ്കിൽ അംബാസിഡേഴ്സ് എന്ന് വിളിക്കാറുള്ളത്? നമുക്കറിയാവുന്നതാണ്, അല്ലേ? ഫോറിൻ സോവറിൻസ് അല്ലെങ്കിൽ അംബാസിഡർ എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഫോറിൻ അംബാസിഡേഴ്സ്, അല്ലേ? അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് വന്നിട്ട്
വിദേശ രാജ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽസ് ആണെന്ത്, അംബാസിഡേഴ്സ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ പക്ഷേ എവിടെ ഉണ്ടാവും, വിദേശ രാജ്യങ്ങളിൽ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ രാജ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് അംബാസിഡേഴ്സ് എന്നുള്ള പേരിൽ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫോറിൻ സോവറിൻസ്, വിദേശികളായിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണെന്ത് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇൻ ഇന്ത്യ, ദി കോൺട്രാക്ട് ആക്ട് ഈസ് സൈലന്റ് ഓൺ ദിസ് ആസ്പെക്ട്സ്, ബട്ട് സെക്ഷൻ 86 of the Civil Procedure Code of 1908 provides certain procedure that have to be strictly followed in suits against rulers of foreign states and ambassadors. അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്, അഥവാ ഫോറിൻ സോവറിൻസ്, അംബാസിഡേഴ്സ് ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സൈലൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്ത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. എന്നാൽ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 സിവിൽ പ്രൊസീജിയർ കോഡിനകത്ത് സെക്ഷൻ 86 ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അഥവാ ഫോറിൻ സ്റ്റേറ്റിനകത്തുള്ള റൂളേഴ്സ് അല്ലെങ്കിൽ അംബാസിഡേഴ്സ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്തുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ഫോറിൻ സോവറിൻസ്, അതുപോലെ തന്നെ അവരുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫ്, ഇങ്ങനെയുള്ള ആളുകൾ, ഇനി അതല്ലെങ്കിൽ അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഫോറിൻ സോവറിൻസോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സ്റ്റാഫുകളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, ഇവർക്ക് ഇന്ത്യയിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആക്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നതാണ് സെക്ഷൻ 86 നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടുള്ള സ്യൂട്ട് വല്ലതുണ്ടെങ്കിൽ, കേസ് വല്ലതുണ്ടെങ്കിൽ ഇന്ത്യൻ കോടതികളിൽ എൻഫോഴ്സ് ചെയ്യാം. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ എ സ്യൂട്ട് cannot be filed against them, അവർക്കെതിരായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, സ്യൂ ചെയ്യാനായിട്ട്, കേസ് കൊടുക്കാനായിട്ട് പാടില്ല എന്നതാണ് ഇൻ ഇന്ത്യൻ കോർട്ട്, ഇന്ത്യൻ കോടതികളിൽ. ഓക്കെ, വിതൗട്ട് ദി പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷൻ കൂടാതെ ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ യാതൊരു വിധത്തിലുള്ള അവകാശമില്ല. അപ്പോൾ ഇവർക്ക് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാം, അവർക്ക് കേസ് കൊടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫോറിൻ സോവറിൻസിന് എതിരായിക്കൊണ്ട്, അംബാസിഡേഴ്സിന് എതിരായിക്കൊണ്ട് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് വഴിവെക്കും എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളെല്ലാം എവിടെ പറയുന്നുണ്ട്, സിവിൽ പ്രൊസീജിയർ കോഡിനകത്ത് സെക്ഷൻ 86 പറയുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകളാണ്. ആരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ? അലൈൻ എനിമീസ്. ആരാണ് അലൈൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അലൈൻ മീൻസ് എ പേഴ്സൺ who is not a citizen of India. An alien may be either an alien friend or an alien enemy. അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾ. ദാറ്റ് മീൻസ് വിദേശിയായിട്ടുള്ള, ഫോറിനർ ആയിട്ടുള്ള ഒരാളിനെയാണ് നമ്മൾ അലൈൻ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദേശിയായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു പക്ഷേ എന്തായിരിക്കാം,
അലൈൻ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അലൈൻ എനിമി ആയിരിക്കാം. അലൈൻ ഫ്രണ്ടും വരാം, അലൈൻ എനിമിയും വരാം, അല്ലേ? ഇവിടെ നമ്മൾ അലൈൻ ഫ്രണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് പ്രശ്നങ്ങളിലൊന്നുമല്ല, സമാധാനത്തോട് കൂടിയിട്ട് വർത്തിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരം രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം നമ്മളുടെ അലൈൻ ഫ്രണ്ട്സ് ആണ്. എന്നാൽ നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ശത്രുതയിലാണ്, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിൽ ആ രാജ്യത്തുള്ള ആളുകളെല്ലാം നമ്മളുടെ ശത്രു രാജ്യത്തുള്ള ആളുകളായതുകൊണ്ട് തന്നെ അലൈൻ എനിമീസ് ആണ്. ഓക്കെ, നമ്മൾ തമ്മിൽ എന്തില്ല, നമ്മളും അവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ശത്രു എന്നുള്ള നിലക്ക് അവരെന്താണ്, അലൈൻ എനിമി ആയിട്ടാണ് എന്ത് ചെയ്യപ്പെടുക, പരിഗണിക്കപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ അവർ വാർ അല്ലെങ്കിൽ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യത്തുള്ള പ്രജകൾ എന്നുള്ള നിലക്ക് അവരെ അലൈൻ എനിമീസ് ആയിട്ട് മാത്രമേ ഇന്ത്യൻ പൗരന് പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺട്രാക്റ്റുകളും ഏർപ്പെടാൻ പാടില്ല എന്നതു മാത്രമല്ല, ഈ ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള കോൺട്രാക്റ്റുകളെല്ലാം യുദ്ധം തുടങ്ങുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു രാജ്യവുമായിട്ടുള്ള ശത്രുത ആരംഭിക്കുന്നതോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള കോൺട്രാക്റ്റുകളും ഒന്നുകിൽ സസ്പെൻഡഡ് ആകും, അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആവും. ഓക്കെ, ആ കോൺട്രാക്റ്റുകൾക്ക് പിന്നീട് എന്തില്ല, വാലിഡിറ്റി ഇല്ല എന്നതാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, അത് വാലിഡിറ്റി ഇല്ലാതാവാനുള്ള കാരണം എന്താണ്, അത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ട് മാറുന്നു എന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവിൻ്റെതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു എനിമി എന്ന് പറയുന്ന ആ ഒരു ബെനിഫിറ്റ് വെച്ചുകൊണ്ട് തന്നെ അതെന്താണ്, നമ്മുടെ പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ട് വരാവുന്ന ഒരു ഘടകമായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനകത്ത് ഇന്ത്യൻ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അലൈൻ എനിമിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്നതുമാത്രവുമല്ല, അവർക്ക് എന്തുമില്ല, ഇന്ത്യൻ കോർട്ടിൽ സ്യൂ ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കുകയില്ല. അഥവാ അലൈൻ എനിമി ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലുള്ള പാർട്ടീസിനെതിരായിക്കൊണ്ട് ഇന്ത്യൻ കോർട്ടിൽ കേസ് കൊടുക്കാനോ മറ്റൊന്നും സാധ്യമല്ല. ഇനി അങ്ങനെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ആരാണ്, ജോയിൻസ് ഓഫ് കമ്പനീസ് ഓർ കോർപ്പറേഷൻസ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണെന്ത്, എ കോർപ്പറേഷൻ ഓർ കമ്പനി ബീയിങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രണ്ട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒന്ന്, ഒരു കമ്പനി ഇറ്റ് ഇസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതെന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിയമം നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ആളുകളെ പോലെ കണ്ണും മൂക്കും നാക്കൊക്കെ ഉള്ളൊരു മനുഷ്യനായിട്ട് അല്ല. എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിക്കുള്ള അതേ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു കമ്പനിക്ക് നൽകപ്പെടുന്നുണ്ട്, അഥവാ ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കമ്പനിയുടെ പ്രത്യേകതകളിൽ നമ്മൾ പ്രത്യേകം പഠിക്കുന്നൊരു ഭാഗമാണിത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, ഈ രണ്ട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ കമ്പനിക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം, അഥവാ കമ്പനിക്ക് സ്വന്തമായിട്ട് സ്വത്തുകൾ സമ്പാദിക്കാം. അതുപോലെ തന്നെ പർച്ചേസ് നടത്താം, സെയിൽ നടത്താം. അപ്പോൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനും സെയിൽ നടത്താനും കൈവശം വെക്കാനൊക്കെ ഉള്ള അധികാരം ഒരു കമ്പനിക്കുണ്ട്. എന്നതു മാത്രമല്ല, കമ്പനിക്ക് എന്തുണ്ട്, കേസ് നടത്താം. ഇന്ത്യൻ കോടതികളിൽ കേസ് നടത്താനുള്ള അവകാശം പോലും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ബട്ട് ഇറ്റ് കാനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് which are strictly of personal nature, and the powers of the corporation to contract are limited by its memorandum of association. Any contract beyond such power is not valid. അപ്പോൾ കേസ് നടത്താനൊക്കെയുള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും അവിടെ പറയുന്ന അടുത്ത കാര്യം എന്താണ്,
പേഴ്സണൽ നാച്ചറിലുള്ള കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യാൻ ഒരു കമ്പനിക്ക് സാധ്യമല്ല. ഇപ്പോൾ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ കമ്പനിക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനും സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ അധികാരം ഉണ്ടെങ്കിലും അവിടെ ഡയറക്ടേഴ്സിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടതായിട്ടുള്ള പേഴ്സണൽ നാച്ചറിലുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധ്യമല്ല എന്നതുമാത്രവുമല്ല, കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ, പ്രൈമറി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ബേസിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഈ രണ്ട് ഡോക്യുമെൻറ്റ്സിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടം പെർമിറ്റ് ചെയ്യാത്ത ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടോ മറ്റൊന്നും സാധ്യമല്ല. ഓക്കെ, അപ്പോൾ അവിടെ കമ്പനിക്ക് ഇതിനൊക്കെയുള്ള അവകാശം നൽകുന്നുണ്ടെങ്കിൽ പോലും കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കമ്പനിക്ക് എന്തില്ല, അവകാശം നൽകുന്നില്ല എന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തെ വിഭാഗം, നാലാമത്തത് ആരാണ്? ഫെലോൺസ് ഓർ കോൺവിക്സ്. നമുക്ക് അറിയാവുന്ന ഒരു വിഭാഗം തന്നെയാണിത്, ഫെലോൺസ് ഓർ കോൺവിക്സ്. എ കോൺവിക്സ് cannot enter into a contract while he is undergoing imprisonment. This inability comes to an end on the expiration of the periods of imprisonment or if he has been pardoned. അപ്പോൾ കോൺവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള കുറ്റവാളികളാണ് അല്ലെ, ജയിലിൽ അടക്കപ്പെട്ടതായിട്ടുള്ള കുറ്റവാളികൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല. എങ്ങനെ ആയിരിക്കുമ്പോൾ? അവർ ജയിൽവാസത്തിലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ജയിലിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജയിൽവാസത്തിലിരിക്കുന്ന ആ ഒരു പീരീഡ്സിനകത്ത് അവർക്ക് എന്തില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ അവകാശങ്ങളുമില്ല. എന്നാൽ ഈ പറയുന്ന കാര്യത്തിനകത്തു നിന്ന് അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ജയിലിനകത്തു നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കി അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്തുണ്ട്, നോർമൽ പേഴ്സൺസിനെ പോലെ തന്നെ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അഥവാ ആ ഒരു ഇൻകപ്പാസിറ്റി അതോടുകൂട്ടി എന്ത് ചെയ്യപ്പെടും, ഒഴിവാക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫെലോൺസ് ആയിട്ടുള്ള കോൺവിക്സ് ആയിട്ടുള്ള ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശം ഇല്ല. ഓക്കെ, ഇനി അഞ്ചാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്ന് നോക്കാം. ഇൻസോൾവെൻസ് ഓർ ബാങ്ക്രപ്റ്റ്സ്. When a person has incurred debt more than his assets and he is not able to repay the debt, he is adjudged insolvent by a competent court. When a person is declared as an insolvent, his property vested in the official receiver or assignee, and the insolvent is deprived of his power to deal with the property and sue and be sued on his behalf. ഇവിടെ ഒരു വ്യക്തിയെ നമ്മൾ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അയാൾ സ്വയമേ അങ്ങ് പ്രഖ്യാപിക്കുന്നതല്ല അല്ലേ. ഞാൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് പറയണത് ഞാൻ ഇനി മുതൽ ഇവിടെ ഇൻസോൾവൻ്റ് ആയിട്ട് വരുന്ന ആളാണെന്ന് പറയല്ല. അയാളുടെ അസറ്റ് അല്ലേ, അയാളുടെ അസറ്റ് അത്രയും നൽകിയാൽ പോലും അയാൾക്ക് വന്നതായിട്ടുള്ള ഡെപ്റ്റ്, അയാളുടെ കടങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല, കൊടുത്തു തീർക്കാനായിട്ട് സാധ്യമല്ല. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുക്കളും അയാളെ തന്നെ തൂക്കിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാലും അയാളുടെ കടം തീർക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലാണ് കോമ്പിറ്റൻറ്റ് കോർട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ ഇൻസോൾവൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം വിജയ് മല്യ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്ത് 9,000 കോടിയുടെ കടമുണ്ട് അല്ലേ. അയാൾ ആദ്യം വിദേശ രാജ്യത്ത് പോയിട്ട് ആദ്യം ശ്രമിച്ചത് എന്താണ്, ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ
ഒരു വ്യക്തി ഇൻസോൾവൻ്റ് ആയിട്ട് മാറുന്നത് അയാൾക്കുള്ള ഡെപ്റ്റ് കൊടുത്തു തീർക്കാൻ അയാളുടെ അസറ്റിനോ അല്ലെങ്കിൽ അയാളെ തന്നെ തൂക്കിക്കൊടുത്താൽ പോലും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ കോടതിയാണ് ആ ഒരു വ്യക്തി ഇൻസോൾവൻ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിലവിൽ അയാളുടെ കൈവശമുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ ക്യാഷോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുടെ അവകാശം അല്ലെങ്കിൽ അത് മറ്റുള്ള ഡീലിങ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതി ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യും. അവരെ പറയുന്ന പേരാണിത് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ഈ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആളുടെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അസൈനിയാണ് അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവറാണ്. ഓക്കെ, അവിടെ ഇൻസോൾവൻ്റ് പിന്നെ എന്തില്ല, അത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്കെതിരെ സ്യൂട്ട് വരുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും എന്തില്ല, യാതൊരു രീതിയിലുള്ള വകുപ്പുകളുമില്ല. എന്തുമാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ കടങ്ങളുണ്ടോ ആ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇയാളുടെ പ്രോപ്പർട്ടി മറ്റൊക്കെ എടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ട് പ്രപ്പോർഷനേറ്റ് അനുസരിച്ച് കൊണ്ട് കൊടുക്കാനുള്ളതൊക്കെ എന്ത് ചെയ്യാം, കൊടുത്തു തീർക്കാം. അപ്പോൾ ബാക്കി കുറേ എമൗണ്ട് കിട്ടാത്തതുണ്ടാവുമല്ലോ അല്ലേ, ആ കിട്ടാത്തതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ അക്കൗണ്ടിങ് പ്രൊസീജിയറിനകത്തുണ്ടല്ലോ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന, അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും, എഴുതി തള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ നൽകാനുള്ള ആളുകൾക്കൊക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഒഫീഷ്യൽ റിസീവറുടെ ഡ്യൂട്ടി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെ അസറ്റുകൾ ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, ക്യാഷായി റിക്കവർ ചെയ്തിട്ട് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ പ്രപ്പോർഷനേറ്റ് അനുസരിച്ച് കൊണ്ട് നൽകുകയാണ് ഒഫീഷ്യൽ റിസീവർ ചെയ്യുക. ഓക്കെ, ആറാമത്തെ വിഭാഗം ആരാണെന്ന് നോക്കാം. മാരീഡ് വുമൺ ഫോർ ദെയർ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻ ഇന്ത്യ എ വുമൺ ഹാസ് ഗോട്ട് every right to acquire properties and enter into a contract, and her right is guaranteed under the Indian Constitution. Further, law does not make any distinction between the contractual capacity of male and female. Both of them are equal in the eyes of law. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ തരത്തിലുള്ള റൈറ്റ്സും ആർക്കും നൽകുന്നുണ്ട്, വുമൺസിനും നൽകുന്നുണ്ട് അല്ലേ. പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുള്ള വുമൺസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോൺട്രാക്ച്വൽ കപ്പാസിറ്റിയിൽ മെയിലെന്നോ ഫീമെയിലെന്നോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. അവർക്ക് എന്തുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, മെയിലിനെ പോലെ തന്നെ ഫീമെയിലിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ അല്ലെങ്കിൽ ഇൻ ദി ഐസ് ഓഫ് ലോ ദർ ആർ നോ ഇനീക്വാലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എ മാരീഡ് വുമൺ അല്ലേ, ഒരു വിവാഹം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടെ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അത് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പേരിൽ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു മാരീഡ് വുമൺ ഇല്ല. അതിൻ്റെ അതർ സൈഡ് കൂടെ എന്ത് ചെയ്യുക, കൂടെ തന്നെ മനസ്സിലാക്കി വെക്കാം അല്ലേ. വുമൺസിൻ്റെ പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഹസ്ബൻഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ അവനവന് സ്വത്ത് സമ്പാദിക്കാനും അത് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് വുമൺസിനും അതുപോലെ തന്നെ മെയിലിനും ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ മറ്റൊരുത്തൻ്റെ പ്രോപ്പർട്ടി, അത് ഹസ്ബൻഡ് ആവട്ടെ വൈഫാവട്ടെ, മറ്റൊരുത്തൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നതാണെന്ത് ഈ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 6 വിഭാഗം ആളുകളാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ് എന്നുള്ളതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.